ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താണെന്ന് നോക്കാം. ദ ക്വാണ്ടിറ്റി തിയറി ഈസ് ദി ഇംപ്ലിസിറ്റ് തിയറി ഓഫ് ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഔട്ട്പുട്ട് വിത്തിൻ ദ ക്ലാസിക്കൽ സിസ്റ്റം. ഈ ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത് ഒരു ഇംപ്ലിസിറ്റ് തിയറി ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വി ക്യാൻ യൂസ് ദ ക്വാണ്ടിറ്റി തിയറി കൺസ്ട്രക്ട് ദ ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫിഗർ ഇൻ 4.1 ഫോർ കോൺക്രീറ്റ്നെസ്. അതായത് ഇത് ക്വാണ്ടിറ്റി തിയറി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. വി അസൈൻ ദ ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് വേരിയബിൾ വിച്ച് വി ക്യാൻ കൺസേൺഡ്. ലെറ്റ് ദ വാല്യൂ k 1/4 സോ ദാറ്റ് വെലോസിറ്റി ഈസ് 4. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് വെലോസിറ്റി എത്രയാണ്? 4 ആണ്. The classical aggregate demand curve plots the combination of the price level P and output Y. അതായത് പ്രൈസ് ലെവലും ഔട്ട്പുട്ടും തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ വെർട്ടിക്കൽ ആക്സിസിൽ പ്രൈസ് ലെവലും അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഔട്ട്പുട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. Consists with the quantity theory equation Py equal to mv for a given money supply m and fixed velocity v. അതായത് ഇവിടെ മണി സപ്ലൈയും ഈ ഇക്വേഷനിൽ ഇത് ക്വാണ്ടിറ്റി തിയറിയുടെ ഇക്വേഷനാണ് Py ഈക്വൽ ടു mv. എം എന്ന് പറയുന്നത് മണി സപ്ലൈയും അതുപോലെ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് വെലോസിറ്റിയാണ്. ഈ വിയുടെ മേളിലുള്ള ആ ബാർ എന്ന് പറയുന്നത് ഫിക്സഡിനെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനെ സൂചിപ്പിക്കുന്നു. വിത്ത് എം ഈക്വൽ ടു 300 ആൻഡ് വെലോസിറ്റി അസ്യൂംഡ് ടു ബി 4 points such as 12.0 and y equal to 100 or p equal to 6.0 and y equal to 200. Py equal to 1200. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഫിക്സഡ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വെലോസിറ്റി എത്രയാണ്? 4 ആണ്. മണി സപ്ലൈ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. മണി സപ്ലൈ 300 ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്വാണ്ടിറ്റി തിയറിയുടെ ഇക്വേഷൻ എന്താണ്? Py ഈക്വൽ ടു mv. അതായത് 300 × 4 എന്ന് പറയുമ്പോൾ 1200. അതുപോലെ തന്നെ ആ കർവിലുള്ള അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ള എല്ലാ പോയിൻറ്റ്സും അതായത് പീസും വൈസും തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1200 കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് P ഈക്വൽ ടു 12.0 and P equal to 12.0 and y equal to 100. അതായത് 12 × 100 എന്ന് പറയുമ്പോൾ 1200 ആണ്. അതുപോലെ തന്നെ P equal to 6.0 and y equal to 200. അതും എത്രയാണ്? 1200 ആണ്. Like the along aggregate demand curve, an increase in the money supply m equal to 400 shift aggregate demand curve to the right. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ എം ഈക്വൽ ടു 400 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡിമാൻഡ് കർവ് ടു ദി റൈറ്റ്. മണി സപ്ലൈ 400 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനീഷ്യലി ലെറ്റ് സപ്ലൈ മണി ബി 300 യൂണിറ്റ്സ് ഫോർ എയ്തർ ഇക്വേഷൻ. അതായത് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞു ക്വാണ്ടിറ്റി തിയറിയുടെ ഇക്വേഷൻ P × y ഈക്വൽ ടു mv മസ്റ്റ് ബി ഈക്വൽ ടു
1200. അതായത് ഞാൻ പറഞ്ഞു 4 × 300 എത്രയാണ് 1200. ആൻഡ് ഫിഗർ അത് നമ്മൾ എന്താ ഇപ്പോൾ മേലത്തെ ഫിഗറിൽ കാണാം. മേലത്തെ ഫിഗറിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. മണി സപ്ലൈ എത്രയാണ് 300, അതേപോലെ ഫിക്സഡ് വെലോസിറ്റി 4, അത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 1200 കിട്ടും. അത് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. MV P × Y = MV. പ്രൈസ് which the price on the vertical axis and the real output is the horizontal axis. ഇവിടെ വെർട്ടിക്കൽ ആക്സിസിൽ പ്രൈസും അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസിൽ റിയൽ ഔട്ട്പുട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദ ലൈൻ ലേബിൾഡ് YD ആൻഡ് കണക്ട്സ് ദ പോയിന്റ് P ഇൻറ്റു ദ YD M = 300 connects all the points where P × Y = 1200. അതായത് ആ കർവിലെ എല്ലാ പോയിൻറ്റ്സും തമ്മിൽ ഏതൊരു പോയിൻ്റ് പീസും വൈസും തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1200 കിട്ടുക. ആ പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന 1200 കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. YD അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. Points lying on the schedule, for examples real income levels of 300 and 600 with accompanying the price levels of 40 and 20 and respectively. അതൊക്കെ മേലെ പറഞ്ഞത് തന്നെയാണ്. അതിന് MV = PV എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. നൗ കൺസിഡർ എ ഹയർ വാല്യൂ ഓഫ് മണി സപ്ലൈ ഓഫ് എക്സാമ്പിൾസ് 40 യൂണിറ്റ്സ് സാറ്റിസ്ഫൈങ് എയ്തർ ദി ഇക്വേഷൻ 4. അത് ആ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ പറയുന്നത്. K is still equal to 1/4. അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് 4 തന്നെയാണ്. വെലോസിറ്റി ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല, അത് ഫിക്സഡ് ആണ്. വെലോസിറ്റി P × Y must equal to 1600 schedule YD. M = 400 corresponding to the value of M = 400 lies above and the rate of the YD 300 schedule shows all P × Y combinations of 1600. അതായത് ഇവിടെ പറയുന്നത് ഇനി മണി സപ്ലൈ 400 ആയിട്ട് ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി എത്രയാണ് 4 തന്നെയാണ്. വെലോസിറ്റി 4 ആണ്. അപ്പോൾ 400 × 4 എന്ന് പറയുന്നത് എത്രയാണ് 1600 ആണ്. അപ്പോൾ ആ ലൈൻ അവിടെ ഉള്ള എല്ലാ പോയിൻറ്റ്സും എന്തായിരിക്കും 1600 ആയിരിക്കും എന്നാണ് പറയുന്നത്. 1600 ആയിരിക്കും. An increase in the money supply shift the aggregate demand curve to the right. ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. മണി സപ്ലൈയിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താവുന്നു റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. For a given supply of money, we trace the downward sloping aggregate curve can be plotted together with a vertical aggregate supply curve figure in illustrate the determination and ഇനി നമ്മൾ പറയാൻ പോകുന്നത് for a given supply of money, for a given supply of money we trace downward sloping aggregate demand curve can be put together with the vertical aggregate supply curve. ഇവിടെ എന്താണ് പറയുന്നത്, നമുക്ക് മണി സപ്ലൈ ഗിവൺ ആണെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് കർവിൽ പറയുന്നുണ്ട്. അതായത് YS1 എന്ന് പറയുന്നത് എന്താണ് വെർട്ടിക്കലാണ്. YS1 എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ആയിരിക്കും. ഡിമാൻഡ് കർവ് ദാറ്റ് ക്യാൻ ബി പുട്ട് ടുഗദർ വിത്ത് എ വെർട്ടിക്കൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. YS1 എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. അത് നമുക്ക് നമ്മുടെ ഈ താഴെയുള്ള ഗ്രാഫിൽ കാണാം.
താഴെയുള്ള ഗ്രാഫിൽ നോക്കിയാൽ കാണാം, ഇവിടേക്ക് നോക്കിയാൽ മതി. ഡിമാൻഡ് കർവ് ക്യാൻ ബി പുട്ട് ടുഗദർ വെർട്ടിക്കൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഫിഗർ 3.6 ഫിഗർ 3.6 illustrate the determination and price output in the classical model. This done to figure 2. ഇനി എന്താണ് പറയാൻ പോകുന്നത്? ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ടിലെ ക്ലാസിക്കൽ മോഡലാണ്. ദിസ് ഡൺ ദി ഫിഗർ 4.4-2 ഫിഗർ. ഇനി ഈ ഫിഗറിലേക്ക് നോക്കുക. റീപ്രൊഡ്യൂസ് ദ വെർട്ടിക്കൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഫ്രം ഷോസ് ദ സെവറൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്സ്. അതായത് ഡിമാൻഡ് കർവ് ഇതിലെന്താ പറയുന്നത്? ആ ഡിമാൻഡ് കർവ് നമുക്കിതിൽ 3 ഡിമാൻഡ് കർവാണുള്ളത്. വൈഡ് ആയിട്ട് M1, M2 ആൻഡ് M3. ഈ ഡിമാൻഡ് കർവ് എന്താണ്? ഓരോ മണി സപ്ലൈയുടെ ഓരോ ലെവലിനെയും കറസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ ഡിമാൻഡ് കർവുകൾ എന്ന് പറയുന്നത്. M1, M2 ആൻഡ് M3. Successively higher values money supply M1, M2 and M3. As just explained, increasing in the money supply shift aggregate demand curve to upward to the right. ഇവിടെ എന്താണ് പറയുന്നത്? increasing the money supply shift. money supply increase ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അപ്വേർഡേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പറയുന്നത്. ഷിഫ്റ്റ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അപ്വേർഡ് ടു ദ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ബിക്കോസ് ദ സപ്ലൈ കർവ് ഈസ് വെർട്ടിക്കൽ, ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് കർവ്. സപ്ലൈ കർവ് ഇവിടെ വെർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് ഡിമാൻഡ് ഡു നോട്ട് അഫക്റ്റ് ഔട്ട്പുട്ട്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അത് ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓൺലി ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ. അത് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ കാരണമാവുന്നുള്ളൂ. ഒരിക്കലും അത് ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആൾസോ നോട്ട് ദാറ്റ് ഫോർ ഗിവൺ വാല്യൂ ഓഫ് കെ ആൻഡ് വെലോസിറ്റി ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഫിക്സഡ് ആണല്ലോ 4. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്. ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രമായിരിക്കും എന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ചേഞ്ച് വരുമ്പോൾ മാത്രമേ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് വരുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് കാരണം എന്താണ്? കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അത് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. മണി സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. Also note that the change of quantity of money is the only factor shift to the aggregate demand curve. അതിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാവുള്ളൂ. ബിക്കോസ് ദ ഇക്വിലിബ്രിയം വാല്യൂ ഓഫ് കെ ഓർ വി വാസ് കൺസിഡേർഡ് ദ സ്റ്റേബിൾ ഇൻ ഷോർട്ട് റൺ. അതെന്താണ്? അതിന് കാരണം എന്താണ്? ഷോർട്ട് റണ്ണിൽ കെ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉണ്ടാവുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് വാരിഡ് ഓൺലി ദ സപ്ലൈ ഓഫ് മണി. അത് പിന്നെ നമ്മൾ പറഞ്ഞു. ഇനി സക്സസീവ് ഇൻക്രീസ് ഓഫ് മണി സപ്ലൈ ഫ്രം M1 to M2 ആൻഡ് M3 ഷിഫ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ടു ദി റൈറ്റ് ഫ്രം YD. അതായത് ഇനി മണി സപ്ലൈ M1 to M2 ആൻഡ് M3 അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എന്താ പറയുക, ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ അത് റൈറ്റിലേക്ക് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ടു ദ റൈറ്റ് എന്ന് പറയുന്നു. ഫ്രം YD M1 to YD M2 to YD M3 ദ പ്രൈസ് ലെവൽ റൈസസ്. അതിനനുസരിച്ച് എന്താണ്? പ്രൈസ് ലെവലും റൈസ് ചെയ്യും. P1 to P2 to P2 to P3. ഔട്ട്പുട്ട് വിച്ച് സപ്ലൈ ഡിറ്റർമൈൻഡ് ഈസ് അൺചേഞ്ച്ഡ്. Y1 Y3 അതേപോലെ തന്നെ YS1 ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ കർവാണെന്ന്. അത് Y1 = Y2 = Y3 എന്നുള്ളതിലും നിൽക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാണ്.
The classical aggregate demand has been termed an implicit theory. ഞാൻ ഫസ്റ്റ് ഇതിനെക്കുറിച്ച് അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഇംപ്ലിസിറ്റ് തിയറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്താണ് the theory is not explicit in the sense that focuses on the components. അതായത് ക്ലാസിക്കൽ അഗ്രഗേറ്റ് തിയറി എന്ന് പറയുന്നത് ഒരു ഇംപ്ലിസിറ്റ് തിയറി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതൊരു എക്സ്പ്ലിസിറ്റ് തിയറി ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു എക്സ്പ്ലിസിറ്റ് തിയറി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കോമ്പണൻസ്, അതായത് അഗ്രഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പണൻസും അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെയൊക്കെ പറ്റിയിട്ടാവും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിൽ എന്താപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കോമ്പണൻസും അതുപോലെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെയൊക്കെ പറ്റിയിട്ടാവും അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. The explicit sense of focuses on the components of aggregate demand and explains the factors that determine their level. And instead the classical theory, നമ്മുടെ ക്ലാസിക്കൽ തിയറിയിൽ എങ്ങനെയാണ് പറയുന്നത്, എമ്മും അതുപോലെ മണി സപ്ലൈയും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ വെലോസിറ്റിയും തന്നിട്ടുണ്ടായിരിക്കും. ഇംപ്ലൈസ് ദ ലെവൽ ഓഫ് പി ഇൻറ്റു വൈ റിക്വയർഡ് ഫോർ ദി ഇക്വിലിബ്രിയം ഇൻ ദി മണി മാർക്കറ്റ്. അതായത് ക്ലാസിക്കൽ തിയറിയിൽ എം വിയും തന്നിട്ടുണ്ടാവും, അതുപോലെ എമ്മും തന്നിട്ട് മണി സപ്ലൈയും തന്നിട്ടുണ്ടാവും, വെലോസിറ്റിയും തന്നിട്ടുണ്ടാവും. അപ്പോൾ പി ഇൻറ്റു വൈ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നോട് തന്നെ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പി എത്ര റിക്വയർഡ് ആയിട്ടുണ്ട്, പി വൈ എത്ര റിക്വയർഡ് ആയിട്ടുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ മണി ഡിമാൻഡ് ഫോർ ഈക്വൽ എക്സിസ്റ്റിംഗ് ദ സപ്ലൈ. അതാണ് പിന്നെ നമ്മൾ ആ ഇക്വേഷൻസ് എടുത്ത് പറയുന്ന ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ പി ഇൻറ്റു വൈ ഈക്വൽ ടു എം വി എന്നുള്ളത്. ഇഫ് മണി ഡിമാൻഡ് എക്സീഡ്സ് മണി സപ്ലൈ ആൻഡ് ഇനിയിപ്പോൾ എന്താണ് മണി ഡിമാൻഡിനെക്കാട്ടും കൂടുതലാണ് നമുക്ക് ഡിമാൻഡ് ഫോർ മണിയിൽ അവൈലബിൾ ആയിട്ടുള്ള മണി സപ്ലൈനേക്കാളും കൂടുതലാണ് മണി ഡിമാൻഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകൾ എന്താണ് അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ എന്തുണ്ടാവും, ഒരു സ്പിൽ ഓവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് മനസ്സിലായില്ലേ? ഡിമാൻഡ് ഫോർ മണി, അതായത് അവൈലബിൾ ആയിട്ടുള്ള മണി സപ്ലൈനേക്കാളും കൂടുതലാണ് മണി ഡിമാൻഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകൾ അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യും. കൺസംഷൻ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു സ്പിൽ ഓവർ ഉണ്ടാവും എന്നാണ്. വിൽ ബി ആൾസോ സ്പിൽ ഓവർ ഓഫ് ദി കമ്മോഡിറ്റി മാർക്കറ്റ്. ഇൻഡിവിജ്വൽ ട്രൈ ടു റെഡ്യൂസ് ദെയർ എക്സ്പെൻഡിച്ചർ ഓൺ ദി കമ്മോഡിറ്റീസ് എന്നാണ് പറയുന്നത്. പോയിൻറ്റ്സ് അലോങ് വൈഡി ഷെഡ്യൂൾ ആർ ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് ഫേംസ് ആർ ഹൗസ് ഹോൾഡ്സ് ഇൻ ദി ഇക്വിലിബ്രിയം വിത്ത് റിഗാർഡ് മണി ഹോൾഡിങ്സ് ആൻഡ് ആർ ആൾസോ ഇക്വിലിബ്രിയം റേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ദി കമ്മോഡിറ്റീസ്. ഈ വൈഡി ഷെഡ്യൂളിൽ എന്താണ് കാണിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ക്വാണ്ടിറ്റി തിയറിയുടെ ഇക്വേഷൻ എം വി ഈക്വൽ ടു പി വൈ ആണെന്ന്. അതിൻ്റെ ആ ഇക്വിലിബ്രിയം കണ്ടീഷനെയാണ് പറയുന്നത്. അതൊക്കെ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ വൈഡി ഷെഡ്യൂളിൽ ഉണ്ടാകുന്ന പോയിൻറ്റ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു, ഫേംസിൻ്റെ അതേപോലെ ഹൗസ് ഹോൾഡ്സിനെയും ഇക്വിലിബ്രിയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇക്വിലിബ്രിയം വിത്ത് റിഗാർഡ് ദെയർ മണി ആൻഡ് ഹോൾഡിങ്സ് ആൻഡ് ദെയർ ഫോർ ആൾസോ ഇക്വിലിബ്രിയം റേറ്റ്സ് എക്സ്പെൻഡിച്ചർ ഓൺ ദി കമ്മോഡിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് എന്നുള്ള ടോപ്പിക്ക്. താങ്ക് യു.